നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാനും കൂടെ വരട്ടെ? ഏയ് വേണ്ട. അല്ല, തനിച്ചു പോണോ? തനിച്ചല്ലോ, സിദ്ധു ഉണ്ടാവില്ലേ? നിരഞ്ജൻ എങ്ങോട്ടാ ഈ ആ സമയത്ത്? ദേവികയുടെ അച്ഛൻ വീണുന്ന്. അതിന് സിദ്ധു അങ്ങോട്ട് പോകുന്നുണ്ട്. അയാൾ പോയിക്കോട്ടെ, അതിന് നിരഞ്ജനം തന്നെ ആ സമയത്ത് പോകുന്നത്. ഞാനൊരു ഡോക്ടറല്ലേ സർ. വൈദ്യസഹായമൊക്കെ അത് അർഹിക്കുന്നവരോട് കാണിച്ചാൽ പോരെ? അറിയാലോ ആ വീട്ടുകാരുടെ സ്വഭാവം. വെറുതെ എന്തിനാ അവിടെ പോയി നാണം കെടുന്നത്? അറിഞ്ഞിട്ട് പോകാതിരിക്കുന്നത് എങ്ങനെയാണ് സർ? ബോധമില്ലെന്നാ പറഞ്ഞത്. അതൊന്നും നമ്മുടെ വിഷയമല്ലല്ലോ. ബോധം വരികയോ ബോധം പോവുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. നിരഞ്ജനത് അന്വേഷിക്കാൻ പോകണ്ടെന്നാ എന്റെ അഭിപ്രായം. അത് പറ്റില്ല ഡാഡി. ഇദ്ദേഹം പോവും. ഒരു ഡോക്ടർ എന്ന നിലയിൽ മാത്രമല്ല, അല്ലാത്ത പല കടപ്പാടുകളും ആ വീടുമായിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ പറ്റില്ല. അതും ഇതുപോലൊരാവശ്യം വരുമ്പോ. വേണ്ടാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പോരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല, എന്നാ ദോഷം ഉണ്ടാവുകയും ചെയ്യും. തൽക്കാലം ഞാനതൊന്നും നോക്കുന്നില്ല സർ. എൻ്റെ കടമ ഞാൻ ചെയ്യുന്നു. ബാക്കിയൊക്കെ വരുന്ന പോലെ വരട്ടെ. അവിടെ ചെന്നാൽ ദേവിക നിരഞ്ജനെ അപമാനിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? എന്തിനാ ആ വീട്ടുകാരെ വായിരിക്കുന്നത് കേൾക്കാൻ ആവശ്യമില്ലാതെ നിരഞ്ജൻ അങ്ങോട്ട് പോകുന്നത്? ദേവികയുടെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവര് നോക്കിക്കോളും. ഒരുപാട് ഹോസ്പിറ്റലുണ്ടല്ലോ ഈ നാട്ടില്, അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോട്ടെ. നാളെ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നിരഞ്ജന്റെ കൈപ്പിഴ കൊണ്ടാവുന്നവരെ പറഞ്ഞുണ്ടാക്കുക അവര്. ആ പഴി കേൾക്കാൻ കൂടി നിന്നു കൊടുക്കണോ നിരഞ്ജൻ? അങ്ങനെയൊന്നും സംഭവിക്കില്ല സർ. ദേവികയുടെ അച്ഛൻ രക്ഷപ്പെടും. ഞാൻ രക്ഷപ്പെടുത്തും. ഇതൊരു അവസരം ദൈവമായിട്ട് തന്ന. പല തെറ്റിദ്ധാരണകളും ഞങ്ങളെക്കുറിച്ച് ദേവികയ്ക്കുണ്ട്. അത് മാറ്റാൻ ഞാൻ ഇന്ന് പോയേ പറ്റൂ. നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സിദ്ധുവിന് ഇത്രയും ധൈര്യം. എന്നെ ഒഴിവാക്കി അവളോടൊപ്പം ജീവിക്കാൻ സിദ്ധുവിന് പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താ അതിന് പറ്റാത്തത്? ഞാൻ സമ്മതിക്കില്ല. അപ്പോഴോ? അതിനല്ലേ ഇവിടെ കോടതി നിയമമൊക്കെ ഉള്ളത്. കേസും കൊണ്ട് വാ, അപ്പൊ ഞാൻ കാണിച്ചു തരാം ഒരു പെണ്ണിന്റെ ശക്തി എന്താന്ന്. മോളെ, നിന്റെ പ്രശ്നം എന്താണെന്ന് അറിയൂ? എല്ലാ ബന്ധങ്ങളെയും ഒരേ കണ്ണോടുകൂടിയാ നീ കാണുന്നത്. ഞാൻ ചെയ്യുന്നതാണോ തെറ്റ്? ഭാര്യയായ എന്റെ മുഖത്ത് നോക്കി സിദ്ധേട്ടൻ പറഞ്ഞില്ലേ എന്നെക്കാൾ ഇഷ്ടം അവളെയാണെന്ന്? അങ്ങനെ പറഞ്ഞെങ്കിലേ അതിന്റെ കാരണക്കാരി ആരാ? ഈ വീട്ടുകാരോട് മുഴുവൻ ശത്രുക്കളോടെന്ന പോലെ പെരുമാറിയിട്ട് അവരെ വെറുപ്പിച്ചിട്ട് ഇപ്പൊ നിന്നെ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അങ്ങനെ അനുസരിക്കുമോ? തെറ്റ് ചെയ്തത് നീ തന്നെ. നിന്റെ കുഴി നീ തന്നെ സ്വയം തോണ്ടി. നോക്കാം ആ കുഴി മൂടാൻ പറ്റുമെന്ന്. അത്ര വേഗം എന്നെ ഒഴിവാക്കാനൊന്നും നിങ്ങൾക്ക് പറ്റില്ല. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കും ഡിവോഴ്സ് കിട്ടാതിരിക്കാൻ. മോള് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും. പ്രേമ നല്ല ഉറക്കത്തില്ല. അവളെങ്ങാനും എണീറ്റ് വന്നാൽ നിന്റെ കാര്യം തീർന്നു. ദേവികയുടെ അച്ഛനൊരു അസുഖം വന്നാൽ അതുപോയി അന്വേഷിക്കേണ്ട ബാധ്യത സിദ്ധുവിനുണ്ട്. ആ വീടിനോട് അവനുള്ള കടപ്പാട് തീർത്താൽ തീരാത്തതാണ്. ആ സ്നേഹവും നന്ദിയുമാണ് നീ ഉൾക്കൊള്ളേണ്ടത്. അല്ലാതെ ദേവിയോടുള്ള ദേഷ്യവും പകയും വെച്ചുകൊണ്ടല്ല നീ സംസാരിക്കേണ്ടത്. ശരി, എന്ത് വേണമെങ്കിലും ആയിക്കോ. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാനും ചെയ്യും. ഇവൾക്കിങ്ങനെ പെട്ടെന്ന് എന്ത് പറ്റിയാവുന്നതാ? ഇങ്ങനെ വഴക്കിന് വരാത്തവളായിരുന്നല്ലോ കുറച്ച് നാളായിട്ട് ഇവള്. പെട്ടെന്ന് എന്താ ഇങ്ങനൊരു മാറ്റം? വീണ്ടും യുദ്ധം തുടങ്ങാൻ പോവുകയാണോ ഇവള്? തുടങ്ങിയാലേ അത് അവളുടെ നാശത്തിലേക്ക് കലാശിക്കും. സിദ്ധു വിട്ടുകൊടുക്കുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? വിനാശകാലത്ത് തോന്നുന്ന ഓരോ വിപരീത ബുദ്ധികളെന്നേ ചന്ദ്രയുടെ മാറ്റത്തെക്കുറിച്ച് എനിക്ക് പറയാൻ.
എന്താടാ? അമ്മ അറിഞ്ഞോ, നിത്യയുടെ അച്ഛൻ വീട്ടിൽ കുഴഞ്ഞു വീണു. ഏ എന്താ പറ്റി? അതറിയില്ല. എന്നെ കൊടുക്കാനേ ആ സിദ്ധു വക്കീലുമായിട്ട് ചേർന്ന് എന്തൊക്കെ ഒപ്പിക്കാനിരുന്ന. നാളെ അതിനു വേണ്ടി തീരുമാനിച്ചിരുന്നു. എന്ത് ചെയ്യാം, ഈ നാള് വീണു. കുഴപ്പമല്ലതും? ബോധം വീണിട്ടില്ല. ജീവൻ പോവില്ലെന്നൊക്കെ കുറച്ച് കഴിയുമ്പോ അറിയാം. ഞാനൊരു വണ്ടി വിളിക്കാന്ന് പറഞ്ഞിറങ്ങിയതാ. ഈ വീഴ്ചയും നീയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതാ അമ്മയുടെ കുഴപ്പം. എവിടെയെങ്കിലും എന്തെങ്കിലും നടന്നാ അത് ചെയ്ത് ഞാനാന്ന് വിചാരിക്കും. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമേ? അത്രയ്ക്ക് നീചനാണോ ഞാൻ? ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശമാണ് നീ. നീ ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. നല്ല മതിപ്പാന്നല്ലോ എന്നെ കുറിച്ച്. സ്വന്തം മോനെ കുറിച്ച് എങ്ങനെയൊക്കെ പറയാനെന്ന് ഓർക്കണം. സത്യം പറ, നീയല്ലേ അത് ചെയ്തത്? അമ്മ വിശ്വസിക്കുന്ന അങ്ങനെയെങ്കിൽ അങ്ങനെ വിശ്വസിച്ചു. ഞാൻ തന്നെയാണ് ചെയ്തത്. എന്ത് വേണം? എടാ മഹാഭാവി, നീ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ അച്ഛനല്ലേ അത്? പ്രായമുള്ള ഒരാളല്ലേ അത്? ഇങ്ങനൊരു ദ്രോഹം അയാളോട് ചെയ്യണമായിരുന്നോ? അമ്മ ഗീത വായിച്ചിട്ടുണ്ടോ? ഗീതയെ പറയുന്നുണ്ട്, ഒരു യുദ്ധം നടക്കുമ്പോ അച്ഛൻ, അമ്മ, വല്യച്ഛൻ, അപ്പൂപ്പൻ എന്നൊന്നുമില്ലെന്ന്. ശത്രുവാണെങ്കിൽ നശിപ്പിക്കപ്പെടണം അമ്മേ. ഞാനും അതാ ഇപ്പൊ ചെയ്തത്. എന്നെ വീഴ്ത്താൻ ശ്രമിച്ച കൈ കെട്ടി ഞാൻ നോക്കിയിരിക്കണോ? എന്നെ അതിന് കിട്ടില്ല. കഷ്ടം. ഈ പാവൊക്കെ നീ എവിടെ കൊണ്ടുപോയി തീർക്കും മോനെ? എനിക്കിപ്പോ വലുത് ഞാൻ സ്വപ്നം കണ്ട ജീവിതമാണമ്മേ. പല ലക്ഷ്യങ്ങളുണ്ട് എനിക്ക്, അത് നേടണം. മനോഹരം കൊഴിഞ്ഞു വീണാലേ അതിന്റെ ഗുണം എനിക്കാ കിട്ടാൻ പോകുന്നു. അമ്മ കണ്ടു ഈ അവസരം എങ്ങനെ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നു. ആ വീടും അവിടുത്തെ താമസക്കാരും പൂർണ്ണമായും എന്റെ പിടിയിലാവാൻ പോകും. അതിന്റെ തുടക്കമാണ് അമ്മേ ഈ വീഴ്ച. ഇനി ആ വീട്ടിലെ കാരണവര് ഞാനായിരിക്കും, അമ്മയുടെയും മോൻ.